മനുഷ്യർക്ക് മുമ്പേ ജിന്നുകളുണ്ട് എന്ന വിശുദ്ധ ഖുർആനിന്റെ സൂചനയാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിൽ സത്യവിശ്വാസികളും അല്ലാത്തവരുമുള്ള പോലെ, ആണുങ്ങളും പെണ്ണുങ്ങളുമുള്ള പോലെ, നല്ലവരും ചീത്തവരുമുള്ള പോലെ ജിന്നുകളിലും മുഅ്മിനീങ്ങളും മുഅ്മിനീങ്ങളല്ലാത്തവരുമുണ്ട്. അവരിലും ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്. മനുഷ്യരെക്കാളും ആയുസ് അവർക്ക് കൂടുതലാണ്. മനുഷ്യരെക്കാളും ഭൗതിക വിഷയങ്ങളിൽ കഴിവ് കൂടുതലാണ്. ഉണ്ടാക്കാൻ, ഓടിച്ചെല്ലാനും നടക്കാനും യാത്ര ചെയ്യാനും മനുഷ്യരെക്കാളും അവർക്ക് കഴിവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധമായ ഖുർആൻ മനുഷ്യരെയും ജിന്നുകളെയും ചേർത്ത് പറയുന്ന സ്ഥലത്ത് ഈ പ്രപഞ്ചത്തിലെ ഭൗതിക വിഷയങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നതെങ്കിൽ അവിടെ ജിന്നുകളെയാണ് ആദ്യം പറയാം. അല്ലാതെ ജ്ഞാനമോ അറിവോ ഈമാനോ ഇൽമിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ മനുഷ്യരെയും ജിന്നുകളെയും പറയുമ്പോൾ ആദ്യം മനുഷ്യരെയാണ് പറയാ. ഭൗതികമായ എന്തെങ്കിലും ഒരു കഴിവ് മനുഷ്യരേതിനേക്കാളും ജിന്നുകൾക്കുള്ളതിൻ്റെ പേരിൽ അല്ലാഹു തആല അത്തരം വിഷയങ്ങൾ പറയുമ്പോൾ മനുഷ്യനെയും ജിന്നുകളെയും പറയുമ്പോൾ ജിന്നുകളെയാണ് ആദ്യം പറയുന്ന. ഉദാഹരണം സൂറത്തുർ റഹ്മാൻ, യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ് ഇൻ ഇസ്തതഅതും അൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാതി വൽ അർദ് فانفذوا لا تنفذون إلا بسلطان فبأي آلاء ربكما تكذبان. ജിന്നുകളെ മനുഷ്യരെ, യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ്, ജിന്നുകളെ മനുഷ്യരെ, ഇനിസ്തതഅതും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, അൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാതി വൽ അർദ്, ഭൂമിയുടെ സർക്കംഫറൻസ്, ഭൂമിയെ നിങ്ങൾക്ക് ഭൂമിയുടെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് തുരക്കാൻ കഴിയുമെങ്കിൽ, ആകാശലോകങ്ങളെ തുരന്ന് കയറാൻ കഴിയുമെങ്കിൽ, ഫംഫുദൂ നിങ്ങളൊന്ന് തുരന്നാട്ടെ, ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ, അല്ലാഹു നൽകുന്ന മഹത്തരമായ കഴിവ് കൊണ്ടല്ലാതെ നിങ്ങൾക്കത് സാധ്യമല്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിടത്ത് പ്രപഞ്ചത്തിൽ നടക്കുന്ന കഴിവ് ഉപയോഗിക്കുന്ന വിഷയമാണ്. അവിടെ അല്ലാഹു യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ്, ജിന്നുകളെ മനുഷ്യരെ എന്ന് പറഞ്ഞു. എന്നാൽ വിശുദ്ധമായ ഖുർആൻ പോലോത്ത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമോ? യുക്തി ആവശ്യമുള്ള വിഷയങ്ങൾ വരുമ്പോൾ മനുഷ്യരെയാണ് ആദ്യം പറയാ. യുക്തിയിൽ ജിന്നുകളെക്കാളും മുമ്പിൽ മനുഷ്യരാണ്. ശാരീരിക ബലങ്ങളിൽ മനുഷ്യരെക്കാളും മുമ്പിൽ ജിന്നുകളുമാണ്. ഖുൽ ഇൻ ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അൻ യഅ്തു ബിമിത്ലി ഹാദൽ ഖുർആൻ, പറയുക നബിയേ, ലഇൻ ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിൻ على أن يأتوا بمثل هذا القرآن لا يأتون بمثله ولو كان بعضهم لبعض ظهيرا. لئن اجتمعت الإنس والجن, മനുഷ്യരും ജിന്നുകളും ഒരുമിച്ച് ചേർന്നാൽ തന്നെയും, ആദ്യം പറഞ്ഞത് മനുഷ്യരെയാണ്, പിന്നെ ജിന്ന്. വിഷയമെന്താ? അലാ അൻ യഅ്തു ബിമിത്ലി ഹാദൽ ഖുർആൻ, ഈ ഖുർആനിന് സമാനമായത് കൊണ്ടുവരാൻ കഴിയുമോ എന്ന പരീക്ഷണത്തിൽ മനുഷ്യരും ജിന്നുകളും ഒന്ന് ശ്രമിച്ചു നോക്കുക. ലാ യഅ്തൂന ബിമിത്ലിഹി, ഖുർആനിനോളം തുല്യമായത് നിങ്ങൾക്ക് കൊണ്ടുവരിക സാധ്യമല്ല. വലൗ കാന ബഅദുഹും ലിബഅദിൻ ളഹീറ, നിങ്ങൾ പരസ്പരം സഹായികളായി വർത്തിച്ചാൽ പോലും നിങ്ങൾക്കത് സാധ്യമല്ല. മനുഷ്യന്റെ യുക്തിയും ജ്ഞാനവും ആവശ്യമുള്ള വിഷയം വരുന്നിടത്ത് മനുഷ്യരെയാണ് ആദ്യം പറയാ, പിന്നെയാണ് ജിന്നുകൾ. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ വിഷയത്തിൽ സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് വഹുശിറ ലിസുലൈമാന ജുനൂദു മിനൽ ജിന്നി വൽ ഇൻസി വത്വയ്ർ, പക്ഷികളും ജിന്നുകളും മനുഷ്യരും സൈന്യമായി അല്ലാഹു നൽകിയ സുലൈമാൻ നബി അലൈഹിസ്സലാം, പ്രവാചകനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ഭൗതികമായ വിഷയങ്ങളിൽ സഹായിച്ചിരുന്നവരെ ജിന്നുകളാണ്. അതുകൊണ്ടാണ് വഹുശിറ ലിസുലൈമാന ജുനൂദുഹു മിനൽ ജിന്നി വൽ ഇൻസ്, ആദ്യം ജിന്നുകളെ പറഞ്ഞു, പിന്നെ മനുഷ്യരെ. വഅന്നഹു കാന റിജാലും മിനൽ ഇൻസ് യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ഫസാദൂഹും റഹഖാ, മനുഷ്യരെക്കാളും കായിക ബലം കൂടുതൽ ജിന്നുകൾക്കുണ്ട്. അതുകൊണ്ടാണ് ജിന്നുകൾ പറയുന്നതായി സൂറത്തുൽ ജിന്നിൽ തന്നെ അല്ലാഹു പറയുന്നത്, വഅന്നഹു കാന റിജാലും മിനൽ ഇൻസ്, മനുഷ്യരിലെ ചില ആളുകൾ യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി, ജിന്നുകളിലെ ചില ആളുകളെ സഹായികളായി അഭയം പ്രാപിക്കാനായി അവർ കൂടെ ചേർക്കാറുണ്ട്. ഫസാദൂഹും റഹഖാ, മനുഷ്യരെ സഹായിക്കുന്നവരാണെന്ന നിലയിൽ ആ സമയത്ത് പിശാചുക്കൾക്ക് അഹങ്കാരമുണ്ടായിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. മനുഷ്യരെക്കാളും കഴിവ് കൂടുതലുണ്ടവർക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജിന്നുകളെ പടച്ചതും അവരെ സൃഷ്ടിച്ചതും അല്ലാഹുവിൻ്റെ ഒരു സൃഷ്ടിവൈഭവമാണ്. എന്തെല്ലാം സൃഷ്ടികൾ പ്രപഞ്ചത്തിൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത രശ്മികൾ, അൾട്രാ വയലറ്റ് രശ്മികൾ, എക്സ്റേകൾ, ഗാമാ റൈസുകൾ, ഏതെല്ലാം തരത്തിലുള്ള പ്രപഞ്ചത്തിൻ്റെ അതിസങ്കീർണമായ സൃഷ്ടിപ്പുകൾ മനുഷ്യൻ്റെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്തത്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഹബീബായ നബി തങ്ങൾ മനുഷ്യരുടെ മാത്രമല്ല നബി, ജിന്നുകളുടെ നബിയാണ്. മനുഷ്യരിൽ മാത്രം ശ്രേഷ്ഠമായവരല്ല, മനുഷ്യരിലും ജിന്നുകളിലും മലക്കുകളിലും പ്രപഞ്ചത്തിൽ വെച്ച് മുഴുവനും ഏറ്റവും ശ്രേഷ്ഠമായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. വലഖദ് കറംനാ ബനി ആദം, ജിന്നുകളെക്കാളും മനുഷ്യരെ അല്ലാഹു ആദരിച്ചിട്ടുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ. അതുകൊണ്ടാണ് നല്ല മനുഷ്യരുടെ കൂടെ നല്ല ജിന്നുകൾ കൂടുന്ന പോലെ നല്ല ജിന്നുകളുടെ കൂടെ നല്ല മനുഷ്യരും കൂടാറുണ്ട് അത്രേ. അല്ലാമ ഇബ്നുൽ ജൗസി അടക്കമുള്ളവർ, ഇബ്നുൽ ഖയ്യിം തങ്ങളെ പോലെയുള്ളവർ കിതാബുർ റൂഹിലും മറ്റു ഒരുപാട് ഗ്രന്ഥങ്ങളിൽ മസ്സഹുൽ ഇൻസു, ചില ജിന്നുകളെ മനുഷ്യർ കൂടിയിട്ടുണ്ട് എന്ന്, ജിന്നുകളെ തളർന്നു വീഴുന്നത് കാണുമ്പോൾ കൂടെയുള്ള ജിന്നുകൾ പറയും അത്രേ, മസ്സഹുൽ ഇൻസു, അവനിൽ ഒരു മനുഷ്യൻ കൂടിയിട്ടുണ്ട് എന്ന് പറയാറുണ്ട് അത്രേ. ഇവിടെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ വെച്ച് കളിക്കാൻ പാടുള്ളതല്ല. ജിന്നുകളുടെ സഹായം തേടുമ്പോൾ ജിന്നുകളുമായുള്ള അഭിസംബോധനകളോ അവരുമായുള്ള സഹവാസങ്ങളോ ഉണ്ടാകുന്നിടത്ത് നമ്മൾ അറിയണം, അവരിൽ ബഹുഭൂരിഭാഗം ആളുകൾ നുണ പറയുന്നവരുണ്ട്, മനുഷ്യരെ വഞ്ചിക്കുന്നവരുണ്ട്. ആ വഞ്ചനകളിൽ പെട്ടുപോകാൻ പാടുള്ളതല്ല. പൈശാചികമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി പിശാചുക്കളെ പൂജിക്കുന്നവരുണ്ട്. അവരാണ് സിഹർ ചെയ്യുന്നവരെ. സിഹർ, മാരണം, ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നത് പിശാചിന് ഉപയോഗിക്കുന്ന പരിപാടിയാണ്. ജിന്നുകളിലെ റബല്യസായ വിഭാഗത്തെയാണ് ശൈത്വാന്മാരെന്ന് പറയുന്നത്. ഒരിക്കലും അള്ളാഹുവിന് വഴങ്ങില്ല എന്ന് ശപഥം ചെയ്തവരെ, അവരുടെ പിതാവാണ് ഇബ്ലീസുൽ ലഈൻ ലഅനത്തുല്ലാഹി അലൈഹി. ആ പിശാചിന്റെ ദുർബോധനങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. മനുഷ്യനെ നഗ്നത കാണിക്കുന്നവനാണ് പിശാച്. ആദം നബി അലൈഹിസ്സലാം എന്ന നമ്മുടെ ഉപ്പയെ, ഹവ്വാ ബീവി എന്ന നമ്മുടെ ഉമ്മയെ കൊണ്ട് ആ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പഴം കഴിക്കാൻ പ്രേരിപ്പിച്ചവർ കഴിച്ചതിൽ പിന്നെ ഉണ്ടായ വിഷയം എന്താണ്? ഫബദത് ലഹുമാ സൗആതുഹുമാ, അവരുടെ ഗുഹ്യ ഭാഗങ്ങൾ വെളിവാകുകയാണുണ്ടായത്, മനുഷ്യന്റെ രഹസ്യഭാഗങ്ങൾ വെളിവാകുകയാണുണ്ടായത്. സ്വർഗത്തിലെ ഇലകൾ എടുത്തുകൊണ്ട് ആദം നബിയും ഹവ്വാ ബീവിയും നാണം മറച്ചു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. പിശാച് മനുഷ്യനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ നഗ്നതയിലേക്ക് നോക്കണം എന്നതാണ്. മനുഷ്യനെ കൊണ്ട് മനുഷ്യന്റെ ഔറത്ത് നോക്കിപ്പിക്കലാണ് പിശാചിൻ്റേത്. വ്യഭിചാരം കാണാൻ പ്രേരിപ്പിക്കുന്നത് പിശാചാണ്. മനുഷ്യനോട് കാണാൻ പാടില്ലാത്തത് കാണാൻ പ്രേരിപ്പിക്കുന്നത് പൈശാചികമായ ദുർബോധനങ്ങളാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ ലോകത്തെ മനുഷ്യരെ കൊണ്ട് ആദ്യമായി അവൻ ചെയ്യിച്ച ദുൽമും മനുഷ്യരുടെ രഹസ്യഭാഗങ്ങൾ കാണാൻ വേണ്ടിയായിരുന്നല്ലോ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, അവൻ നിങ്ങളുടെ ശത്രുവാണ്, നിങ്ങൾ അവനെ സൂക്ഷിക്കണേ. അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായി എന്തെല്ലാം നമ്മുടെ ചിന്തകളിൽ പ്രേരണ വരുന്നുണ്ടോ അത് പൈശാചിക പ്രേരണകളാണെന്ന് തിരിച്ചറിയണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ ഓതി എത്രയിടങ്ങളിലാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ അപാരമായ കഴിവുകൾ അള്ളാഹു നൽകിയവരാണവര്. ജീവിതകാലത്ത് ഒരിക്കലും ഒരു ജിന്നിന്റെ ഒറിജിനൽ രൂപത്തിൽ ഒരാൾക്കും കാണുക സാധ്യമല്ല. അവരെ അള്ളാഹു പടച്ച എങ്ങനെയാണോ ഒറിജിനൽ രൂപം അങ്ങനെ കാണാൻ കഴിയില്ല. രൂപങ്ങൾ കണ്ടേക്കാം, മനുഷ്യ കോലത്തിൽ വന്നേക്കാം. അള്ളാഹു അവർക്ക് രൂപം മാറാൻ കഴിവ് കൊടുത്തിട്ടുണ്ട്. നായകളുടെയും പന്നികളുടെയും രൂപത്തിൽ പോലും രൂപം മാറി വരാൻ അവർക്ക് സാധിക്കുമത്രേ. പാമ്പിന്റെ രൂപത്തിൽ വരാറുണ്ടവര്. അവരിൽ ചില ആളുകൾ ബഹുഭൂരിഭാഗം പറവകളായി പറക്കുന്നവരാണത്രേ. അവരിൽ വലിയൊരു വിഭാഗം കറുത്ത നായകളായും ഇഴജന്തുക്കളായും പാമ്പുകളായും നിലനിൽക്കുന്നുണ്ടെന്ന് പരിശുദ്ധ ഹദീസിൽ കാണാൻ കഴിയും. അന്ധവിശ്വാസം പറയല്ല, സ്വഹീഹായ ഹദീസുകളുണ്ട്. മഹാനായ അബൂ സഈദ് റഹ്മത്തുള്ളാഹി അലൈഹി താബിഈയാണ്. മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. അബൂ സഈദ് എന്നവരെ സ്വഹാബിയാണ്. ഹദീസ് സ്വഹീഹ് മുസ്ലിമിലുണ്ട്. ഇമാം മാലിക് എന്നവർ മുവത്തയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സ്വഹീഹായ ഹദീസാണ്. വളരെ ഭീതിതമായ എന്നാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്തെ ഉള്ള ഒരു സംഭവം. മഹാനായ താബിഈ മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് അവരുടെ ശിഷ്യനും താബിഈയുമായ അബൂ സഈദ് റഹ്മത്തുള്ളാഹി അലൈഹി കാണാൻ വരുമ്പോൾ മഹാനായ സ്വഹാബി അബൂ സഈദ് എന്നവർ നിസ്കരിക്കുകയായിരുന്നു. ഫഇദാ ഹുവ യുസല്ലി, മഹാനായ അബൂ സഈദ് റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ ഗുരുനാഥൻ്റെ നിസ്കാരം കഴിയുന്നവരെ വീടിൻ്റെ പടിക്കൽ അങ്ങനെ കാത്തുനിന്നു. മഹാനവറുകൾ വീട്ടിലാണ്. ആ സമയത്ത് വീട്ടിൽ മറ്റാരുമില്ലെന്നറിയാം. നിസ്കാരം നടന്നുകൊണ്ടിരിക്കെ പെട്ടെന്ന് വീട്ടിൽ അതിശക്തമായ ഒരു ശബ്ദം കേൾക്കുന്ന പോലെ, എന്തോ ഒരു സാധനം താഴേക്ക് വീണ പോലെ. മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിന്റെ വീടാണത്. നോക്കുമ്പോൾ ഫഇദാ ഹിയ ഹയ്യത്തുൻ അദീമ, അതൊരു വലിയ സർപ്പമായിരുന്നു, പാമ്പായിരുന്നു അത്. ആ പാമ്പ് ഫഹമ്മ അൻ യഖ്തുലഹ, ഗുരുനാഥനായ സ്വഹാബി മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി എന്നവരെ നിസ്കരിക്കുകയാണ്.
നിസ്കാരം നടന്നുകൊണ്ടിരിക്കെ വലിയ ഒരു സർപ്പം, വലിയൊരു പാമ്പ് ആ വീട്ടിനുള്ളിലേക്ക് കടന്നു വന്നപ്പോൾ അതിനെ കൊല്ലാൻ വേണ്ടി അബൂ സഈദ് റഹ്മത്തുള്ളാഹി അലൈഹി വടിയെടുക്കാൻ വേണ്ടി പോകുമ്പോൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന മഹാൻ അബൂ സഈദ് റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൽ ഒരു ആംഗ്യം കാണിച്ചുകൊണ്ട് അറിയിപ്പ് കൊടുത്തു, കൊല്ലല്ലേ എന്ന്, ആ പാമ്പിനെ കൊല്ലല്ലേ എന്ന് പറഞ്ഞു. നിസ്കാരം കഴിഞ്ഞു. മഹാനായ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു, മഹാനായ അബൂ സഈദ് റഹ്മത്തുള്ളാഹി അലൈഹി നിസ്കാരം കഴിഞ്ഞു വന്നിട്ട് അബൂ സഈദ് എന്നവരുടെ കൈ പിടിച്ചിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. എന്നിട്ട് വേറൊരു വീട് കാണിച്ചു കൊടുത്തു. അറഅയ്ത തിൽഖദ്ദാർ, ആ വീട് നീ കണ്ടോ? ഫഇന്നഹാ കാനത് ദാറൻ ലിഫതം മിന്നാ മഅശറൽ അൻസ്വാർ, ഞങ്ങൾ അൻസ്വാരികളിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരന്റെ വീടായിരുന്നുവത്. ഞങ്ങളുടെ കൂട്ടത്തിൽ മദീനക്കാരനായ ഒരു അൻസ്വാരിയുടെ വീടായിരുന്നുവത്. ആ വീട്ടിലിപ്പോൾ ആരുമില്ല. കാന മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഖന്ദഖ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഖന്ദഖ് യുദ്ധം നടക്കുമ്പോൾ ആ ചെറുപ്പക്കാരനായ സ്വഹാബി ഹബീബിന്റെ കൂടെയുണ്ട്. ആ ചെറുപ്പക്കാരൻ കാന ഹദീസ അഹ്ദിൻ ബിഉർസിൻ, കല്യാണം അടുത്ത് കഴിഞ്ഞ ആളായിരുന്നു. ഫസ്തഅദനൽ ഫതൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസ്വാഫൻ നഹാർ അൻ യഅതിയ അഹ്ല. ഖന്ദഖ് യുദ്ധം നടക്കുമ്പോൾ ജൂതന്മാർ മുസ്ലിമീങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ച നേരത്ത് മക്കയിലെ മുശ്രിക്കുകളും ജൂതന്മാരും അറേബ്യയിലെ ഇസ്ലാം വിരോധികൾ മുഴുവനും ഒറ്റക്കെട്ടായി മദീനയെ ഉപരോധിക്കാൻ വന്നപ്പോൾ ഹബീബായ നബി തങ്ങളും സ്വഹാബികളും കിടങ്ങു കുടിച്ച ചരിത്രമാണ് ഖന്ദഖിൻ്റേത്. ആ സ്വഹാബി നബിയോട് പറഞ്ഞു, നബിയേ ഞാനൊന്ന് വീട്ടിലേട്ട് പോയിക്കോട്ടെ, കല്യാണം കഴിഞ്ഞ ഉടനെ വന്ന ചെറുപ്പക്കാരനാണ്, പകൽ സമയത്ത് ഞാൻ എൻ്റെ ഭാര്യയുടെ അരികത്തേക്ക് പോയിക്കോട്ടെ എന്ന് സമ്മതം ചോദിച്ചു. അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ് ചരിത്രം. ഈ സംഭവം സ്വഹീഹ് മുസ്ലിമിലുണ്ട്. അബൂ സഈദ് തങ്ങൾ പറഞ്ഞു, ആ ചെറുപ്പക്കാരൻ നബി തങ്ങളുടെ സമ്മതം വാങ്ങി. ഹബീബായ നബി തങ്ങൾ സമ്മതം കൊടുത്തു. ഫഅദിന ലഹുൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതം കൊടുത്തു. സ്വഹാബിമാർ മുഴുവനും കിടങ്ങ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്വഹാബി വീട്ടിലേക്ക് പോകണം, എനിക്ക് എൻ്റെ ഭാര്യയുടെ അരികത്തേക്ക് പോകണമെന്ന് ചോദിച്ചു. അയാളാണെങ്കിലോ ഉടനെ അടുത്ത് കല്യാണം കഴിഞ്ഞ ആളാണ്. ആ ചെറുപ്പക്കാരനെ തങ്ങൾ പറഞ്ഞേക്കുമ്പോൾ തങ്ങൾ പറഞ്ഞു, ഖുദ് അലൈക സിലാഹക ഫഇന്നി അഖ്ശാ അലൈക മക്റ ബനി യഹൂദ്, ഈ ജൂതന്മാരിൽപ്പെട്ട ആരെങ്കിലും നിങ്ങളോട് ഉപദ്രവം ചെയ്യുമോ എന്നെനിക്ക് പേടിയുണ്ട്, അതുകൊണ്ട് ആയുധം കയ്യിൽ കരുതി പോയേക്കണം എന്ന് റസൂലുള്ളാഹി തങ്ങൾ ഈ ചെറുപ്പക്കാരനോട് പറയുന്നു. ആ ചെറുപ്പക്കാരൻ ആയുധവും എടുത്ത് വീട്ടിലേക്ക് വന്നു. ഫവജദ അറൂസഹു അലാ ബാബിദ്ദാർ, മണവാട്ടിയായി പുതുനാരിയായി നിൽക്കേണ്ട പെണ്ണ്, വീടിനകത്ത് നിൽക്കേണ്ട ചെറുപ്പക്കാരി പെണ്ണ് വാതിലിന്റെ പുറത്ത്, വീടിന്റെ പുറത്ത് നിൽക്കുന്നതാണ് കാണുന്നത്. അത് കണ്ടപ്പോൾ ഫഅഖദതുഹുൽ ഗീറ, അറബികൾക്കൊരു അഭിമാന ബോധം കൊണ്ടുണ്ടാകുന്നൊരു ദേഷ്യമുണ്ട്. തൻ്റെ ഭാര്യയെ മറ്റാരും കാണരുത് എന്നവർക്ക് ആഗ്രഹമുണ്ട്. തൻ്റെ ഭാര്യ അങ്ങാടിയിലൂടെ ഇറങ്ങി നടക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. സ്വന്തം ഭാര്യയെ മറ്റാരെങ്കിലും കണ്ണുവെക്കുന്നതോ നോക്കുന്നതോ പോലും അവർക്ക് ആർക്കും, ഒരു സത്യവിശ്വാസിക്കും ഇഷ്ടമല്ല. അതിനാണ് ഗീറത്ത് എന്ന് പറയാ. തൻ്റെ ഭാര്യ എന്തിനാണ് ഈ പട്ടാപ്പകല നേരത്ത് വീടിന്റെ പുറത്തിറങ്ങി നിൽക്കുന്നത്? അൻസ്വാരിയായ സ്വഹാബിയായ ചെറുപ്പക്കാരന് എന്തെന്നില്ലാത്തൊരു ദേഷ്യം വരികയും തൻ്റെ ഭാര്യയുടെ നേരെ ആ കയ്യിൽ കരുതിയ ആയുധവുമായി വരുമ്പോൾ ആ പെണ്ണ് പറഞ്ഞു, ഉഖ്ഫുഫ് അലൈക റുംഹക് വദ്ഖുലിദ്ദാർ, നീ നിന്റെ കുന്തമൊക്കെ താഴെ വെച്ച്, ഭർത്താവെ നിങ്ങളുടെ കുന്തമൊക്കെ താഴെ വെച്ച് ആ വീടിന്റെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കിൻ. ഫലമ്മാ ദഖലദ്ദാർ, ആ വീടിനുള്ളിലേക്ക് ചെന്നപ്പോൾ വജദ ഹയ്യതൻ അദീമ മുൽസവിയതൻ അലാ ഫിറാശിഹി, ആ ചെറുപ്പക്കാരന്റെ വിരിപ്പിൽ വലിയ ഭീമാകാരമായൊരു സർപ്പം കിടക്കുന്നത് കണ്ടു. ഫതഅനഹ, കയ്യിലൊരു കുന്തമുണ്ട്, ഭീമാകാരിയായ ഒരു വലിയ സർപ്പം തന്റെ ബെഡിൽ കിടക്കുന്നത് കണ്ടപ്പോൾ അത് പേടിച്ചിട്ടാണ് ആ പെണ്ണ് പുറത്തിറങ്ങി നിന്നത്. തന്റെ കയ്യിൽ ആയുധമുണ്ടല്ലോ, കയറിയ പാടെ ആ പാമ്പിനെ കുത്തുകയാണുണ്ടായത്. ആ സമയത്ത് ഈ ചെറുപ്പക്കാരന്റെ മീതെ ആ സർപ്പം കയറിക്കൂടുകയാണുണ്ടായത്. അവനെ കടിച്ചു, സർപ്പത്തെ വേദനിപ്പിച്ചപ്പോ രണ്ടുപേരും മരിച്ചു. ആ ചെറുപ്പക്കാരനും മരിച്ചു, ആ പാമ്പും ചത്തുപോയി. അബൂ സഈദ് തങ്ങൾ പറയുന്നു, ഫലാ യുദ്റാ അയ്യുഹുമാ അസ്ബഖു മൗതാ, ആരാണ് ആദ്യം മരിച്ചത് എന്ന് ഞങ്ങൾക്കറിയില്ല. രണ്ടുപേരും ഉടനെയാണ് മരിക്കുന്നത്. പാമ്പ് ഈ കുത്തേറ്റും ചത്തുപോകുന്നു. പാമ്പ് കടിയേറ്റ് ഈ ചെറുപ്പക്കാരനായ അൻസ്വാരിയായ ചെറുപ്പക്കാരനും മരിച്ചു. അല്ലാഹുവിന്റെ റസൂലിനോട് ചെന്ന് വിവരം പറഞ്ഞു. ഫഖാല, നബി തങ്ങൾ പറഞ്ഞു, ഇന്ന ബിൽ മദീനതി ഇഖ്വാനൻ ലക്കും മിനൽ ജിന്ന്, മദീനയിൽ നിങ്ങൾക്ക് ചില സഹോദരന്മാരുണ്ട്, ജിന്നുകളാണവര്. ജിന്നുകളായ സഹോദരന്മാർ മദീനയിലുണ്ട്. ഫഇദാ റഅയ്തും മിഥല ഹാദാ, ഇതുപോലെയുള്ള പാമ്പുകളെ നിങ്ങൾ കാണുകയാണെങ്കിൽ ഫആദിനൂഹു സലാസൻ,
3 തവണ അവയ്ക്കൊരു അനുമതി കൊടുക്കണം, അവരെ നിങ്ങൾ അറിയിക്കണം. പുറത്തു പോ എന്ന് പറഞ്ഞ് ആ സർപ്പത്തോട് നിങ്ങൾ പുറത്തു പോ എന്ന് 3 പ്രാവശ്യം പറയണം. ഫഇൻ ബദാലകും അൻ തഖ്തുലൂഹു 3 പ്രാവശ്യം പറഞ്ഞിട്ടും എന്ന് പറഞ്ഞിട്ടും അത് പോകുന്നില്ലെങ്കിൽ അത് പാമ്പാണ്. ഫഖ്തുലൂഹു നിങ്ങൾക്കതിനെ കൊല്ലാം. ഫഇന്നമാ ഹുവ ശൈത്വാനുൻ ഒന്നുകിൽ അത് പിശാചാണ്, പിശാചിനെ കൊല്ലുന്നതിന് വിരോധമില്ല, അല്ലെങ്കിൽ അത് സർപ്പമാണ്, ഉപദ്രവകാരികളായ ജീവികളെ കൊല്ലുന്നതിനും വിരോധമില്ലല്ലോ. എന്നാൽ ഏതെങ്കിലും ഒരു സർപ്പത്തെ കാണുമ്പോഴേക്കും ഒറ്റയടിക്ക് അതിനെ നിങ്ങൾ തച്ചു കൊല്ലരുതേ, 3 പ്രാവശ്യം അതിനോട് പോകാൻ പറഞ്ഞിട്ടേ അത് ചെയ്യാവൂ എന്ന് ഞങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞുവെന്ന് മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു, ഇന്ത്യക്കാരോട് ബന്ധമുള്ളൊരു സ്വഹാബിയാണിത്. നമ്മുടെ നാട്ടുകാരനായ ചക്രവർത്തി പെരുമാൾ അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ ചെന്ന ആ ഹദീസ്, ചന്ദ്രൻ പിറന്ന സംഭവം, കൊടുങ്ങല്ലൂരിൽ നിന്ന് ഹബീബായ നബി തങ്ങളുടെ മുഅ്ജിസത്ത് കണ്ടിട്ട് മദീനയിൽ ചെന്ന് ഹബീബിനെ കാണാനും ഇസ്ലാം സ്വീകരിക്കാനും പോയ മലയാളിയായ രാജാവിന്റെ ചരിത്രം നമുക്ക് പറഞ്ഞു തന്ന സ്വഹാബി ഈ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു. ആ സ്വഹാബിയാണ് തൻ്റെ വീട്ടിൽ വന്ന സർപ്പത്തെ നിങ്ങൾ കൊല്ലേണ്ടതില്ല എന്ന് പറഞ്ഞത്, കൊല്ലാതെ വിടാൻ പറഞ്ഞു. അങ്ങനെ ആ സർപ്പം പിന്നെ ഡിസപ്പിയർ ആയതിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. മഹാനായ അബൂ സഈദ് തങ്ങൾ പറയുന്നത്, ചില ജിന്നുകൾ രൂപം മാറാൻ കഴിവുള്ളവരാണ്. ചില ജിന്നുകൾക്ക് പാമ്പിന്റെ രൂപത്തിൽ കടന്നു വരാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് സ്വഹാബികൾക്ക് അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബി ആലിമീങ്ങളുടെ നേതാവായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ദഖൽതു ബൈതി ഞാൻ എൻ്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. ഇമാം ബൈഹഖി എന്നവരുടെ ഹദീസിന്റെ ഗ്രന്ഥം ദലായിലുൻ നുബുവയിൽ ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്, സ്വഹീഹായ സംഭവം. സ്വഹാബികളിൽ ജിന്നുകളിൽ കാഫിറുകളായ ജിന്നുകളെ കാണാൻ അവസരമുണ്ടായവർ ഒറിജിനൽ രൂപത്തിലല്ല, പാമ്പിന്റെ രൂപത്തിൽ. മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നതൊന്നും അന്ധവിശ്വാസമല്ല, ഇത് പരിശുദ്ധമായ ഹദീസിന്റെ വെളിച്ചത്തിൽ പ്രമാണങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ നിഷേധിച്ചിരുന്ന ആളുകൾക്ക് ഇപ്പോഴെങ്കിലും ബോധ്യം വന്നിട്ടുണ്ട്. ജിന്നുകളുടെ ലോകത്തെ സംബന്ധിച്ചുള്ള മഹാത്ഭുതങ്ങൾ അവർ പഠിക്കുന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബി പറയുന്നു, മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ദഖൽതു ബൈതി ഞാൻ എൻ്റെ വീട്ടിലേക്ക് ചെന്നു, വഅഗ്ലഖ്തു അലയ്യൽ ബാബ ഞാൻ വാതിലടച്ചപ്പോൾ വാതിലിന്റെ ഇടയിലൂടെ ഒരു നൂല് പോലത്തൊരു സാധനം ഇങ്ങനെ കയറി വരുന്നു. ഈ ഹദീസ് കേൾക്കുമ്പോൾ വീട്ടിൽ പോയിട്ട് പേടിക്കേണ്ട പെണ്ണുങ്ങളെ. ഇതുള്ള സംഭവങ്ങൾ ഹദീസുകൾ നമ്മൾ പരിചയപ്പെടുകയാണ്. ഇപ്പം ഇന്ന് പാമ്പ് കണ്ടിട്ട് ഉറക്കം വരാണ്ടായി പോകുമെന്ന് അപ്പോൾ പേടി, അതൊന്നും പേടിക്കണ്ട. കാണുന്നതെല്ലാം ജിന്നാണെന്ന് വിചാരിക്കും വേണ്ട. ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കണം. ഇത് ചില പ്രതിവിധികളാണ് വഴിയെ പറയാനുള്ളത്. വിഷയത്തിൻ്റെ കാതൽ വശം അവിടെയാണ്. എങ്ങനെ നമുക്ക് ഇവരെ പ്രതിരോധിക്കാം, അവരുടെ ദുൽമുകൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ നമുക്ക് അതിൻ്റെ ദുൽമുകളെ തടയാം, ആ പ്രതിവിധിയും ശറഅ് തന്നെ പഠിപ്പിച്ചിരിക്കുകയാണ്. മുആദ് റളിയല്ലാഹു അൻഹു പറയട്ടെ, ഞാൻ അങ്ങനെ നോക്കുമ്പോൾ വഇദാ അന മിൻ സഖബിൽ ബാബി ബിസുഅബാനിൻ ദഖലക അന്നഹുൽ ഖൈത്ത്, ഒരു നൂല് പോലെ ഒരു സാധനം ഇങ്ങനെ വാതിലിൻ്റെ ഇടയിലൂടെ, വലിയൊരു പാമ്പിന് വരാനുള്ള ഇടയൊന്നും വാതിലിനില്ല, അന്നത്തെ ചെറിയ കൊച്ചു വീടുകളാണ്, എന്നാൽ പോലും അതിൻ്റെ ഇടയിലൂടെ ഒരു സാധനം ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ 2-3 നൂല് പോലെ, കുറച്ച് നൂലുകൾ ഇങ്ങനെ കയറി വരുന്ന പോലെ, പിന്നെ അത് കൂടിച്ചേർന്നൊരു പാമ്പിന്റെ രൂപത്തിലേക്കായി മാറുന്നു. ഇത് ഞാൻ കണ്ടു, എൻ്റെ വീട്ടിൽ അത് ചുറ്റിക്കടന്നു. അത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഖുൽതു ബിസ്മില്ലാഹ്, ഞാൻ പറഞ്ഞു ബിസ്മില്ലാഹ്. ഇത് പറഞ്ഞപ്പോൾ ഫഖ്തഫാ അന്നി, പിന്നെ അതിനെ കാണാനില്ല, അതങ്ങ് പോയി. ബിസ്മില്ലാഹി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അതിനെ കാണാനില്ല, അതങ്ങ് കരിഞ്ഞ പോലെ ആയിപ്പോയി. തീ തട്ടിയിട്ട് കരിഞ്ഞു പോകുന്ന പോലെ. ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്ക് ചെന്നു. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ ഇങ്ങനൊരു സംഭവം ഉണ്ടായി. തങ്ങൾ പറഞ്ഞു, അത് പിശാചാണ്, അത് ജിന്നാണ്. അങ്ങനെ പൈശാചികമാണ്, ജിന്നാണെന്ന് തോന്നുകയാണെങ്കിൽ അവിടെ അല്ലാഹുവിന്റെ പേര് ഉച്ചരിക്കണം, ബിസ്മില്ലാ ഓതണം, ഖുർആൻ ഓതുക, അല്ലെങ്കിൽ ദിക്ർ ചൊല്ലുക, അല്ലെങ്കിൽ വാങ്ക് വിളിക്കുക, അല്ലെങ്കിൽ ആയത്തുൽ കുർസി ഓതുക. വഖറഅ ശൈഅൻ മിനൽ ഖുർആൻ, ഖുർആനിൽ എന്തെങ്കിലും ഓതണം. ഫഇന്നഹു സൗഫ യഹ്തരിഖു, തീർച്ചയായും അത് കത്തിക്കരിഞ്ഞു പോകുന്ന പോലെ നിനക്ക് കാണാൻ കഴിയും. മുആദേ പേടിക്കണ്ട, ദാക ജാൻ, അതൊരു പിശാചായിരുന്നുവെന്ന്, ജിന്നായിരുന്നുവെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹ് മുസ്ലിമിൽ മറ്റൊരു ചരിത്രമുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു,
قمنا مع النبي صلى الله عليه وسلم يصلي بنا صلاة الظهر أو العصر നബി തങ്ങളോട് കൂടെ ഞങ്ങൾ ളുഹറോ അസ്റോ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന നേരം നബി തങ്ങൾ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലി നബി തങ്ങൾ കൈകൂട്ടി പിടിച്ചു വബദഅ യഖറഉ നബി തങ്ങൾ ഖുർആൻ ഓതാൻ തുടങ്ങി സമിഅനാഹു യഖൂലു ഫിസ്സലാ നിസ്കാരത്തിൽ നബി തങ്ങൾ പറയുന്നത് ഞങ്ങൾ കേട്ടു അഊദു ബില്ലാഹി മിൻക അഊദു ബില്ലാഹ് അൽഅനുക ബിലഅനതില്ലാഹ് തങ്ങളിങ്ങനെ ബാക്കോട്ട് വരുന്നുണ്ട് തങ്ങൾ ബാക്കോട്ട് ഒരൽപ്പം പിന്നിലേക്ക് നടക്കുകയും നിസ്കാരത്തിൽ മെല്ലെ നബി തങ്ങൾ ചവിട്ട് വെച്ച് മെല്ലെ ബാക്കോട്ട് മാറുകയും അഊദു ബില്ലാഹി മിൻക അഊദു ബില്ലാഹ് ഞാൻ നിന്നിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നു അഊദു ബില്ലാഹ് അല്ലാഹുവേ കാക്കണേ അഊദു ബില്ലാഹ് അല്ലാഹുവേ കാക്കണേ അൽഅനുക ബിലഅനതില്ലാഹ് അല്ലാഹു നിന്നെ ശപിച്ചിട്ടുണ്ട് ആ ശാപം വെച്ച് ഞാൻ നിന്നെ ശപിക്കുകയാണ് എന്ന് പറഞ്ഞ് പിന്നോട്ട് നബി തങ്ങൾ കാലെടുത്ത് വെക്കുന്നതും ഞങ്ങൾ കണ്ടു. സലാം വീട്ടിയപ്പോ ഞങ്ങൾ ചോദിച്ചു യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലേ സമിഅനാക തഖൂലു കദാ വകദാ അങ്ങ് നബിയെ നിസ്കാരത്തിൽ ഇങ്ങനെ പറയുന്നത് കേട്ടല്ലോ എന്താ നബിയെ കാര്യം അഊദു ബില്ലാഹി മിൻക അഊദു ബില്ലാഹി അൽഅനുക ബിലഅനതില്ലാഹ് ആരെയാ നബിയെ അങ്ങ് ശപിച്ചത് ആരിൽ നിന്നാ നബിയെ അങ്ങ് അല്ലാഹുവിനോട് കാവൽ ചോദിച്ചത് അങ്ങ് ബാക്കിലോട്ട് നടക്കുന്ന പോലെ ഞങ്ങൾക്ക് തോന്നിയല്ലോ നബിയെ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു അവസമിഅ്തുമൂനി നിങ്ങളത് കേട്ടുവോ ഖുൽനാ നഅം യാ റസൂലല്ലാഹ് ഞങ്ങൾ കേട്ടു നബിയെ ഞങ്ങൾ കേട്ടു ഖാല ഹബീബായ നബി ഞങ്ങൾ പറയുന്നു വല്ലദീ നഫ്സി ബിയദി അല്ലാഹുവിനെ തന്നെയാണ് സത്യം ലഖദ് അറദ ലീ ജാന്നുൻ വഅന ഫിസ്സലാഹ് മഅഹു വഖ്തുൻ കാദ അൻ യഹ്രിഖ വജ്ഹി ഞാൻ നിസ്കരിക്കാൻ വേണ്ടി നിന്നപ്പോൾ ലഖദ് അറദ ലീ ജാന്നുൻ അതായത് ഒരു പിശാച് എൻ്റെ മുമ്പിലേക്ക് വന്നു നിസ്കരിക്കുമ്പോൾ വഅന ഫിസ്സലാഹ് മഅഹു വഖ്തുൻ കാദ അൻ യഹ്രിഖ വജ്ഹി അവന്റെ കയ്യിൽ ഒരു തീക്കനലുണ്ടായിരുന്നു തീക്കൊള്ളിയുണ്ടായിരുന്നു തീയുള്ളത് ആ തീക്കൊള്ളി കൊണ്ട് എൻ്റെ മുമ്പിലേക്ക് വന്നു കാദ അൻ യഹ്രിഖ വജ്ഹി എൻ്റെ മുഖത്തേക്ക് കുത്താൻ വേണ്ടി അവൻ വന്നപ്പോഴാണ് അഊദു ബില്ലാഹി മിൻക നിന്നിൽ നിന്ന് ഞാൻ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നു അഊദു ബില്ലാഹ് അൽഅനുക ബിലഅനതില്ലാഹ് ഞാൻ അല്ലാഹു നിന്നെ ശപിച്ച ലഅനത്ത് വെച്ച് നിന്നെ ശപിക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞത് എൻ്റെ മുഖത്തേക്ക് അവൻ തീക്കനലുമായി വന്നപ്പോഴായിരുന്നു സ്വഹാബികളെ എന്ന് റസൂലുള്ളാഹി തങ്ങൾ വല്ലദീ നഫ്സി ബിയദി അല്ലാഹുവിനെ തന്നെയാണ് സത്യം അല്ലാഹുവിനെ തന്നെയാണ് സത്യം ഫമസഖ്തുഹു ഞാൻ അവനെ പിടിച്ചു ഹത്താ വജതു ബർദ ലുആബിഹി അലാ യദിയ ഞാൻ അവന്റെ കഴുത്തിൽ പിടിച്ചപ്പോൾ അവന്റെ വായയുടെ ഉമിനീര് എൻ്റെ കയ്യിലേക്ക് കുറ്റുകയും ആ ഉമിനീരിന്റെ തണുപ്പ് ഞാൻ എൻ്റെ കയ്യിൽ അനുഭവിക്കുകയും ചെയ്തു എന്ന് പരിശുദ്ധ റസൂൽ സ്വഹീഹ് മുസ്ലിമിൽ അബൂദർദ എന്നവർ ഉദ്ധരിക്കുന്ന ഭാഗത്ത് അങ്ങനെ കാണാൻ കഴിയും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ റിവായത്തിൽ അത് കാണില്ല. വല്ലദീ നഫ്സി ബിയദി അല്ലാഹുവിനെ തന്നെയാണ് സത്യം ലൗ ശിഅ്തു ഞാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ലറബത്തുഹു ബിസാരിയത്തിൻ മിൻ സവാരിൽ മസ്ജിദ് ഈ മദീന പള്ളിയുടെ ഏതെങ്കിലും ഒരു തൂണിൽ ആ പിശാചിനെ പിടിച്ചു കെട്ടാൻ എനിക്ക് കഴിയുമായിരുന്നു. യൽഅബു ബിഹി അത്ഫാലുൽ മദീന മദീനയിലെ കുട്ടികൾ ആ പിശാചിനെ കൊണ്ട് കളിക്കുമായിരുന്നു. എന്നാൽ അല്ലാഹുവിനെ തന്നെയാണ് സത്യം ലൗലാ ദഅവതു അഖി സുലൈമാൻ എൻ്റെ സഹോദരനായ പ്രവാചകൻ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ആ ദുആ ഇല്ലായിരുന്നുവെങ്കിൽ ലഖബത്തുഹു ഞാൻ അവനെ പിടിക്കുകയും വറബത്തുഹു ഞാൻ അവനെ പിടിച്ചു കെട്ടുകയും ചെയ്യുമായിരുന്നു. ആ പിശാചിനെ പിന്നെ മദീനയിലെ കുട്ടികൾ ആ പിശാചിനെ തട്ടിക്കളിക്കുമായിരുന്നു. അങ്ങനെ ചെയ്യാൻ എനിക്ക് കഴിയുമായിരുന്നു. എന്നാൽ എൻ്റെ സഹോദരനായ സുലൈമാൻ നബി അലൈഹിസ്സലാം ദുആ ചെയ്തിട്ടുണ്ട് റബ്ബേ പിശാചുക്കളെ എനിക്ക് കീഴ്പ്പെടുത്തി തന്ന പോലെ മറ്റൊരാൾക്കും നീ കൊടുക്കരുതേ എന്ന് പിശാചുക്കളുടെ വിഷയത്തിൽ സുലൈമാൻ നബി അലൈഹിസ്സലാം ദുആ ചെയ്തിട്ടുണ്ട്. ഖാല റബ്ബിഗ്ഫിർ ലീ വഹബ് ലീ മുൽക്കൻ ലാ യൻബഗി ലിഅഹദ് لا ينبغي لأحد من بعدي إنك أنت الوهاب وآخرين مقرنين في الأصفاد هذا عطاؤنا فامنن أو أمسك بغير حساب وأن له عندنا لزلفى وحسن مآب وإن له عندنا لزلفى وحسن مآب ജിന്നുകളുടെ അധികാരം സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു കൊടുത്തു. എൻ്റെ അധികാരം പോലോത്തത് മറ്റൊരാർക്കും ഉണ്ടാവരുതേ എന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം ദുആ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാഹു എനിക്കും കഴിവ് തന്നിട്ടുണ്ട്. പക്ഷേ ആ പ്രവാചകന്റെ ദുആ അങ്ങനെ തന്നെ കിടക്കട്ടെ എന്ന് ആഗ്രഹിച്ചതിന്റെ പേരിലാണ് ഞാൻ അവനെ പിടിച്ചു കെട്ടാതിരുന്നത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
പിശാചുക്കൾ നുണ പറയുന്നവരാണ്. ജിന്നുകളിൽ നുണ പറയുന്ന വലിയൊരു വിഭാഗമുണ്ട്. വലിയൊരു വിഭാഗം നുണ പറയുന്നവർ. അവരിൽ സ്വാലിഹീങ്ങളുണ്ട്, നല്ല ആളുകൾ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ ആയത്തുൽ കുർസിയുടെ മഹത്വം മനസ്സിലാക്കി കൊടുത്തത് പിശാചായിരുന്നുവല്ലോ. അത് സ്വഹീഹ് ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസാണ്. ഫി സ്വഹീഹൈനിൽ കാണാൻ കഴിയും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഹബീബായ നബി തങ്ങൾ അബൂ ഹുറൈറ തങ്ങളെ, മഹാനായ അബൂ ഹുറൈറ തങ്ങളെ സകാത്തിന്റെ സ്വത്ത് സൂക്ഷിച്ചു വെക്കുന്ന ഗ്രൈനറിയുടെ സൂക്ഷിപ്പുകാരനായി, അവിടുത്തെ ഗേറ്റ് കീപ്പറായി നിയമിച്ചിട്ടുണ്ട്. അബൂ ഹുറൈറ തങ്ങളാണെങ്കിലോ വളരെ ദാരിദ്ര്യമുള്ള സ്വഹാബിയായിരുന്നു. ദൗസ് ഖബീലയിൽ നിന്ന് മദീനയിലേക്ക് വന്നവരെ ഉമ്മയും കുടുംബവും മക്കളും എല്ലാം മാറ്റിവെച്ച് ആദ്യം ഒറ്റക്കാണ് വന്നത്, പിന്നെയാണ് ഉമ്മയെ കൊണ്ടുവന്നത്. പാവമായ സ്വഹാബിയാണ്, ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെട്ട സ്വഹാബിയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വിശപ്പ് സഹിക്കാൻ കഴിയാതെ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മിമ്പറിൻ്റെയും ഹബീബിൻ്റെ വാതിലിൻ്റെയും ഇടയിൽ ഞാൻ ബോധം കെട്ടി വീഴുമായിരുന്നു. ആളുകൾ വിചാരിക്കും എനിക്ക് ജിന്നുബാധയാണെന്ന്. ഞാൻ അവിടെ കിടന്ന് പിടക്കും. എനിക്ക് അപസ്മാരമാണെന്നോ മറ്റോ ആളുകൾ വിചാരിക്കുമായിരുന്നു. എന്നാൽ എനിക്ക് അപസ്മാരമല്ല, വിശപ്പായിരുന്നു. എനിക്ക് ആളുകളോട് ചോദിക്കാൻ നാണമായിരുന്നു. പലപ്പോഴും ഞാൻ വിശന്ന് ബോധം കെട്ട് വീണ് കിടക്കുമ്പോൾ ചിലരെങ്കിലും എൻ്റെ തലയിൽ വന്ന് ഊതിത്തരും, ചിലർ ഖുർആൻ ഓതിപ്പോവും. അവരുടെ വിചാരം എനിക്ക് പിശാചുബാധയാണെന്നാണ്. വമാ ബി ജുനൂൻ, ചിലർ വിചാരിച്ചു ഞാൻ ഭ്രാന്തനാണെന്ന്. എനിക്ക് ഭ്രാന്തൊന്നുമല്ല. വമാ ബി ഇല്ലൽ ജൂ, വിശപ്പ് കൊണ്ടാണ് ഞാൻ എങ്ങനെ വീണിരുന്നത് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പിന്നീട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നബി തങ്ങൾ ആ സ്വഹാബിയെ സകാത്തിന്റെ കാര്യങ്ങൾ നിയമിച്ചിട്ടുണ്ടായിരുന്നു. സകാത്തിന്റെ വിഷയത്തിൽ സകാത്ത് സൂക്ഷിക്കുന്ന സ്ഥലത്തെ പാറാവുകാരനായി. അങ്ങനെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചതനുസരിച്ച് ഒരു രാത്രി ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത് അതാനി ശൈഖുൻ കബീർ, പ്രായമായ ഒരാൾ വന്നു, നല്ല പ്രായമുള്ള ഒരു മനുഷ്യന്റെ രൂപത്തിൽ. ആ മനുഷ്യന്റെ കയ്യിൽ ഒരു വലിയൊരു ചാക്കുമുണ്ട്. ആ മനുഷ്യൻ വന്നു, അഖദ യഹ്ദു മിന ത്വആം, ഭക്ഷണം, ഈത്തപ്പഴവും അവിടെയുള്ള ധാന്യവും ഇയാൾ ചാക്കിലാക്കാൻ തുടങ്ങുന്നു. അത് ധാന്യവും കാരക്കയും ഒക്കെ അവിടെ ഉണ്ട്. ഫഖബൽതു, ഞാൻ പിടിച്ചു ആ മനുഷ്യനെ. ഞാൻ പറഞ്ഞു, ലാ റഫഅന്നക ഇല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നിന്റെ വിഷയം അല്ലാഹുവിൻ്റെ റസൂലിനെ അറിയിക്കാൻ പോകുന്നു. സകാത്തിന്റെ സ്വത്തിൽ നിന്ന് നീ കട്ടെടുക്കുകയാണോ? ഒരു പ്രായമായ മനുഷ്യന്റെ രൂപത്തിലാ വന്നത്. അപ്പൊ അയാൾ പറഞ്ഞു, ഇന്ദി അയാൽ, പാവമാണ്, ഒരുപാട് മക്കളുണ്ട്. വഅന ഫഖീർ, ഞാൻ മിസ്കീനാണ്, ഫഖീറാണ്. അന ഫഖീറുൻ വഅന മിസ്കീൻ, എന്നെ വിടണേ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫറഹിംതുഹു ഫതറക്തുഹു, ഞാൻ അയാളെ വെറുതെ വിട്ടു, പാവല്ലേ എന്ന് വിചാരിച്ചു. നേരം വെളുത്തു. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കഥ പറയുന്നതിന് മുമ്പ്, ഹബീബിന്റെ മുഅ്ജിസത്താണിത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബിയോടൊന്നും പറഞ്ഞിട്ടില്ല. മാ ഫഅല സീറുകൽ ബാരിഹ യാ അബൂ ഹുറൈറ, അബൂ ഹുറൈറ, നിങ്ങളുടെ ഇന്നലെ നിങ്ങൾ പിടിച്ചു വെച്ച ആള് എന്തേ ചെയ്തത്? അബൂ ഹുറൈറ തങ്ങൾ അങ്ങനെ ഒരാൾ വന്ന കഥയോ, കൈപിടിച്ചതോ, ദാരിദ്ര്യവും വിഷമം പറഞ്ഞപ്പോൾ വെറുതെ വിട്ടതോ ഒന്നും നബിയോട് പറഞ്ഞിട്ടില്ല. പക്ഷേ നബി ഞങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചു, അബൂ ഹുറൈറ, നിങ്ങളുടെ ഇന്നലത്തെ ആ വിഷയത്തിൽ നിങ്ങളുടെ ധാന്യപ്പുരയിൽ നിന്ന് കട്ടെടുക്കാൻ വന്ന ആളിന്റെ കഥ എന്തായി എന്ന് ചോദിച്ചു. മഹാനായ നബി ഞങ്ങളോട് അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു, റസൂലേ, ശകാ ഇലയ്യ ഹാജതൻ വഅയില ഫതറക്തുഹു വറഹിംതുഹു, നബിയെ, ദാരിദ്ര്യവും പ്രയാസവും പറഞ്ഞപ്പോൾ ഞാൻ അയാളെ വെറുതെ വിട്ടു നബിയേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ തുടങ്ങി, കദബക വസൗഫ യഊദ്, അബൂ ഹുറൈറ, ആ പറഞ്ഞത് നുണയാണ്, അവൻ ഇനിയും വരും. അബൂ ഹുറൈറ തങ്ങൾ പറയാണ്, രണ്ടാമത്തെ രാത്രിയും ഞാൻ കാത്തിരുന്നു, വരുമെന്നല്ലേ പറഞ്ഞത്, പറഞ്ഞ പോലെ അയാൾ വന്നു. ഞാൻ അയാളെ പിടിച്ചു. എന്തായാലും ഞാൻ നബി തങ്ങളെ അറിയിക്കും ഈ വിഷയമെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, അന മുഹ്താജ്, ഞാൻ പാവമാണ്, മിസ്കീനാണ്, ദുഅയാൽ, ഒരുപാട് കഷ്ടപ്പാട് കൊണ്ട് നിവൃത്തികേട് കൊണ്ട് ചെയ്തതാണ്. റസൂലുള്ളാഹിനോട് പറയല്ലേ, എന്നെ നീ കുറ്റപ്പെടുത്തല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു ദുആയിരക്കാൻ തുടങ്ങി. ഞാൻ അവനെ വെറുതെ വിട്ടു. എന്തൊക്കെയോ വിളിച്ചു പറയാൻ തുടങ്ങി. ഞാൻ അയാളെ വെറുതെ വിട്ടു. നേരം വെളുത്തപ്പോൾ നബി തങ്ങൾ വീണ്ടും ചോദിച്ചു, മാ ഫഅല സീറുകൽ ബാരിഹ യാ അബൂ ഹുറൈറ, അബൂ ഹുറൈറ, ഇന്നലെ രാത്രി നിങ്ങൾ പിടിച്ചു വെച്ച ആള് എന്ത് ചെയ്തു? പിന്നെ കഥ പറഞ്ഞു, പൊന്നാര നബിയെ, ദാരിദ്ര്യവും വിഷമവും സങ്കടമൊക്കെ പറഞ്ഞപ്പോ എനിക്ക് അയാളെ പിടിച്ചു കൊണ്ടുവരാൻ തോന്നിയില്ല നബിയെ, ഞാൻ വെറുതെ വിട്ടു. തങ്ങൾ വീണ്ടും പറഞ്ഞു,
കദബക, അവൻ നുണയാ പറഞ്ഞത്, വസൗഫ യഊദ്, അവൻ ഇനിയും വരും. അങ്ങനെ മൂന്നാമത്തെ ദിവസം വരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഡ്യൂട്ടിയിലാണ്. ആ സമയത്ത് ആ മനുഷ്യനെ പിടിച്ചു. മനുഷ്യരൂപത്തിൽ പ്രായമുള്ള ഒരാളായിട്ടാ വന്നത്. കൈയിനെ പിടിച്ചു. വല്ലാഹി ലാ റഫഅന്നക, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്ക് നിന്നെ പിടിച്ചു കൊണ്ടുപോവുകയാണ്. ആ മനുഷ്യന്റെ വസ്ത്രം കൂട്ടിപ്പിടിച്ചു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ തങ്ങളോട് പറഞ്ഞു ആ നേരത്ത്, ഉത്റുക്നി ഉഅല്ലിമുക ശൈഅൻ ഇദാ അംസൈത വഖുൽതഹു ലാ യഖറുബുക ശൈത്വാൻ, ഞാനൊരു കാര്യം പഠിപ്പിച്ചു തരാം, ഒരു ഇൽമു ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ വൈകുന്നേരമാവുകയും ഞാൻ പറയുന്ന പോലെ പറയുകയും ചെയ്താൽ ഒരു പിശാചും നിങ്ങളെ ഉപദ്രവിക്കാൻ വരികയില്ല, ഒരു പിശാചും നിങ്ങളെ ഉപദ്രവിക്കാൻ വരികയില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണെങ്കിലോ ഇൽമു പഠിക്കാൻ വല്ലാത്ത ആഗ്രഹമുള്ള സ്വഹാബിയാണ്, വല്ലാത്ത ആഗ്രഹമുള്ള സ്വഹാബിയാണ്. ഹബീബായ നബി തങ്ങളുടെ കൂടെ വളരെ കുറഞ്ഞ വർഷങ്ങളെ കൊണ്ടല്ലേ ആയിരക്കണക്കിന് ഹദീസുകൾ മനഃപ്പാഠമാക്കിയത്. ആ സ്വഹാബിക്ക് ഒരു കാര്യം പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവിടെ വീണുപോയി. എന്താ പറയേ? അവൻ പറഞ്ഞു, ഖുൽ, നിങ്ങൾ പറയണം, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ആയത്തുൽ കുർസി ഒന്ന് ഓതി നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. ഒരായത്താണ് ഇത്, ഒറ്റായത്ത് സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്ത്. ആയത്തുൽ കുർസി നിങ്ങൾ ഉറങ്ങുന്ന സമയത്തോ വൈകുന്നേരമോ ഓതിയാൽ ആ രാത്രി നിങ്ങളെ പിശാച് സമീപിക്കില്ല. എന്തിനാ പേടിക്കണത്? ഒരു പിശാച് ഉപദ്രവിക്കാൻ കഴിയില്ല ആയത്തുൽ കുർസി ഉണ്ടെങ്കിൽ. ഖുൽഹാ ഇദാ അംസൈത വഇദാ അസ്ബഹത, നേരം വെളുത്താൽ ആയത്തുൽ കുർസി ഓതിയാൽ ലാ യഖറുബുക ശൈത്വാൻ, ഒരു പിശാചും നിങ്ങളുടെ അരികത്തേക്ക് അടുക്കുകയില്ല. രാത്രി ഓതിയാൽ രാത്രിയിലും കാവലുണ്ടാകും. ഇത് പറഞ്ഞപ്പോ ഞാൻ അവനെ വെറുതെ വിട്ടു, അവൻ പോവുകയും ചെയ്തു. നേരം വെളുത്തപ്പോ തങ്ങൾ എന്നോട് ചോദിച്ചു, മാ ഫഅല സീറുക, എന്തായി അബൂ ഹുറൈറ, നിങ്ങളുടെ ജയിൽ പുള്ളി എന്തായി, നിങ്ങളാ പിടിച്ചു വെച്ച ആളുടെ കഥ എന്തായി? അപ്പൊ കഥ പറഞ്ഞു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയേ, വഅല്ലമനി ആയതൻ, വിശുദ്ധ ഖുർആനിലെ ഒരായത്തിന്റെ മഹത്വം എനിക്ക് പറഞ്ഞു തന്നു നബിയേ. അപ്പൊ ഞാൻ അയാളെ വെറുതെ വിട്ടു. തങ്ങൾ ചോദിച്ചു, എന്താ പഠിപ്പിച്ചത്? അപ്പൊ പറഞ്ഞു, എന്നോട് ആയത്തുൽ കുർസി പഠിപ്പിച്ചിട്ട് പറഞ്ഞു, ഇത് രാത്രി ഓതിയാൽ ഒരു പിശാചും നിന്റെ അടുത്ത് വരില്ല എന്ന് പറഞ്ഞു. ഖാല റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വദഖക, അവൻ ആ പറഞ്ഞ വിഷയം സത്യമാണ്. വഹുവ കദൂബ്, അവൻ നുണ പറയുന്നവനാണ്, അവൻ സ്ഥിരം നുണ പറയുന്ന ആളാണ്. എന്നാൽ ഈ പറഞ്ഞ കാര്യം സത്യമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് സ്ഥിരം നുണ പറയുന്ന ആളാണ്, പക്ഷെ ഈ പറഞ്ഞത് സത്യമാണ്. അങ്ങനെ ഉണ്ടാവൂലേ? എപ്പോഴും നുണ പറയുന്ന ആളെ എപ്പോഴെങ്കിലും സത്യം പറയാലോ. അവൻ നബി തങ്ങൾ ചോദിച്ചു, അബൂ ഹുറൈറ, ആരാണ് വന്നിരുന്നത് എന്ന് നിങ്ങൾക്കറിയുമോ? ഇല്ല നബിയേ, ദാക ശൈത്വാൻ, അത് പിശാചായിരുന്നു, ശൈത്വാനായിരുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അബൂ ഹുറൈറ തങ്ങൾക്കുണ്ടായ അനുഭവം. ഇത് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുണ്ട്. വളരെ സ്വഹീഹായ പ്രബലമായ സംഭവമാണിത്. മുസ്ലിമീങ്ങളായ ആളുകൾക്ക് ഈ വിഷയങ്ങൾ മനസ്സിലാക്കാൻ പ്രയാസവുമില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവറുകളെ പിശാചിനോട് മൽപിടുത്തം നടത്തിയ സ്വഹാബിയാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു രാത്രിയിൽ ഒരു ജിന്നിനെ കണ്ടപ്പോ ഫഖബല ബിയദിൽ ജാൻ, ഏതോ ഒരു മനുഷ്യരൂപത്തിൽ വരുന്നത് കണ്ടപ്പോ ഉമർ തങ്ങൾക്ക് തോന്നിയവൻ പിശാചാണോ എന്ന്. കൈ പിടിച്ചു ഒരറ്റപ്പെടുത്താം. പിടിച്ചപ്പോഴേ നമുക്കൊരു മൽപിടുത്തം നടത്തിയാലോ? അവൻ പറഞ്ഞു, ഞാൻ ജിന്നുകളിൽ കേമനായ ജിന്നാണ്, ഞാൻ ഭയങ്കര ഇഫ്രീത്താണ്, കഴിവുള്ളവനാണ്. ഉമർ തങ്ങൾക്കുണ്ടോ ജിന്നുകളെ പേടി? ഉമർ എന്നവരെ കുറിച്ചല്ലേ നബി തങ്ങൾ പറഞ്ഞത്? ഉമർ എന്നവരെ കുറിച്ചാ പറഞ്ഞു, ഉമറേ, നിങ്ങളെങ്ങാനും ഒരു വഴിയിലൂടെ വരികയാണെങ്കിൽ മാ റആക ശൈത്വാനു സാലികൻ ഫജ്ജൻ ഇല്ലാ സലക